ഹലോ. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഐറ്റമൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാകും. ബൺ മസ്ക ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം. ഇപ്പം ഇതിന് പല പേരുണ്ട്. അതായത് ബൺ മസ്ക, മസ്ക് ബൺ, ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിന് കോമ്പിനേഷൻ എന്താണ്? ഇറാനി ചായ. അതൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു ഇന്ത്യൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കഴിക്കാനാണ് പ്ലാന്. അപ്പം ഞാൻ ഈ ബട്ടർ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഇതുവരെയും കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഇതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പം അല്പം തൊട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചിലപ്പോൾ പിന്നെ ഇത് മധുരമാണോ എന്താണെന്ന് അറിഞ്ഞൂടല്ല. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയൊരു ഒന്നുമില്ല, ഒരു അവജവ ഇല്ലാത്തൊരു ടേസ്റ്റ്. അപ്പം ഇതിന് ബട്ടർ, മിൽക്ക് മെയ്ഡ്, പിന്നെ ചിലർ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തൽക്കാലം ചേർക്കുന്നില്ല. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് സമയം പിടിക്കും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേ സമയം പിടിക്കും. നല്ല മിക്സ് ആയതിന് ശേഷം ബണ്ണിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിക്കുക. ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഞാൻ ബണ്ണ് മാത്രമല്ല, ഒന്ന് ബ്രെഡിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബ്രെഡും ബണ്ണും എല്ലാ സഹോദരങ്ങളാണല്ലോ, ഒരമ്മയുടെ മക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബണ്ണിനേക്കാളും അല്പം കൂടി ടേസ്റ്റ് ബ്രെഡിനായിരുന്നു. കാരണം ബ്രെഡ് നല്ല സോഫ്റ്റായിരുന്നു. അങ്ങ് വായിലിട്ടത് ഉടനെ നല്ല അലിത്ത് പോകുമായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നല്ല ചൂടപ്പം തീരും പോലെയായിരുന്നു ഈ സാധനം ഉണ്ടാക്കി വെച്ച ഉടനെ കഴിഞ്ഞത്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. കിടുക്കുക. പിന്നെ പെട്ടെന്ന് നമുക്ക് മടുത്ത് പിടിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്യൂ.